നട്ടപ്പാതിര അയ്യോ ഇന്ന് എല്ലാ ദിവസവും ലോങ് വീഡിയോ എടുക്കുമ്പോ ഈ നേരമാവും എന്താന്നറിയില്ല. അപ്പൊ നമ്മളുണ്ടല്ലോ ഒരു യാത്ര പോവാണ്. അപ്പൊ അതിന്റെ ഇതാ ആകെ കൊളായി കിടക്കാണ്. പാക്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് കുട്ടികളെ. അപ്പൊ ഞാൻ വിചാരിച്ചു വേഗം ഒരു ഇൻട്രൊഡക്ഷൻ പറയാന്ന്. അപ്പൊ നമ്മള് 3 ദിവസത്തെ ഒരു യാത്ര പോവാട്ടോ. അപ്പൊ എവിടേക്കാണ് എന്താന്നുള്ളതൊക്കെ കാണാം. അപ്പൊ കുട്ടീസിനൊക്കെ കുളിപ്പിക്കലൊക്കെ കഴിച്ച് റെഡിയാക്കി നിർത്തി. രാത്രി പോണം. വെളുപ്പിനാണ് 2:30 2:30 ഫ്ലൈറ്റ്. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഒരു രാത്രി ഒരു 11 മണിയാകുമ്പോൾ പോകും. അപ്പൊ ഞാൻ വേഗം നാളെ ഞങ്ങൾ പിള്ളേരൊക്കെ ഇപ്പൊ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്. നേരം ആകുമ്പോഴേക്കും ഉറങ്ങാൻ ദൈവത്തിന് അറിയാം. ഗൗരീനെ ഞാൻ ഭയങ്കര ഉറക്കി അല്ലെങ്കിൽ പോവാൻ നേരത്ത് ഭയങ്കര വാശിയായിരിക്കും വിചാരിച്ചിട്ട്. അപ്പൊ ഇവര് രണ്ടുപേരും ഓർക്കാൻ പോയി കഴിഞ്ഞാൽ നടക്കണ കാര്യമില്ല. അങ്ങനെ വേഗം ചേട്ടൻ വന്നു. ചേട്ടൻ കടയിൽ നിന്നാട്ടോ വന്നത്. പാപം വിഷുവിന്റെ തിരക്ക്. അപ്പൊ എല്ലാവരും ഈ സമയത്ത് വിഷുവിന് കണി ഒരുക്കണ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കട്ടെ. നമ്മൾ ആ നേരത്തെ ടൂർ പോവാണ്. ഇത്തരം തീരുമാനങ്ങളൊക്കെ ആ ലാസ്റ്റ് ടൈമിലായിരിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ വലിയ പ്രിപ്പറേഷനും കാര്യങ്ങളൊന്നും നടക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഈ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞപ്പോ എന്നെ എല്ലാവരും കളിയാക്കായിരുന്നേ. ഞാൻ സെക്ടർ വിട്ടുകൊണ്ട് മൂന്നാർക്ക് പോവാന്നും പറഞ്ഞു. പക്ഷെ സെക്ടർ അല്ല മക്കളെ, ടോപ്പാണ്. പക്ഷെ ആരും വിശ്വസിച്ചില്ല. അങ്ങനെ നമ്മൾ എയർപോർട്ടിലേക്ക് പോകട്ടെ. നമ്മൾ കാലടിയിലായതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും പോണ വഴിയാണ് ഈ എയർപോർട്ടിന്റെ റൂട്ടിലുണ്ടെങ്കിലും ആദ്യമായിട്ട് ഇങ്ങനെ അകത്തേക്ക് കയറുമ്പോൾ കിട്ടുന്ന ഒരു ഫീലും ഒരു പ്രത്യേകതയായിട്ട്. ഒരാഴ്ച സാധാരണ ഗൾഫിലായിരുന്ന ടൈമിൽ പുള്ളിനെ കൊണ്ടുവരാനും കൊണ്ടാക്കാനും പോയിരുന്ന ഒരു ഫീലല്ല നമ്മൾ പോകുമ്പോ. ഈ സാധനം പിടിച്ചേക്കും മൈക്ക്. പട്ടായ തായ്ലൻഡ് പോവാണ്. ഒന്ന് അടിച്ചു പൊളിച്ചിട്ട് വരാം. അയ്യോ വന്നതിന് ശേഷം കാണാം. പോയ ഫ്ലൈറ്റ് ശരിക്കും എയർ ഏഷ്യ ആയിരുന്നില്ല കേട്ടോ. അത് കണ്ണം വെറുതെ പറഞ്ഞത്. തായ്ലാൻഡ് എന്ന് പറഞ്ഞ ഫ്ലൈറ്റിലായിരുന്നു നമ്മൾ പോയത്. അങ്ങനെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ അകത്ത് കയറി വെയിറ്റിംഗിലാണ്. അപ്പൊ വിശക്കില്ല അമ്മേന്ന് ഉറപ്പ് തന്ന ടീംസ് ആട്ടോ. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ വിശക്കണമെന്ന് തോന്നുന്നു. കാരണം കുറെ നേരമായി ലൈൻ നടത്തി തുടങ്ങിയിട്ട്. ഇതാ നമ്മൾ ഫ്ലൈറ്റിന്റെ അകത്തേക്ക് കയറാൻ പോകാട്ടോ. അപ്പൊ കണ്ണിന് വെച്ചുനൊക്കെ 2-3 അവരിപ്പോ 5-മത്തെ പ്രാവശ്യമാട്ടോ ഫ്ലൈറ്റിലേക്ക് കയറണത്. കാരണം അവർക്ക് വലിയ ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെയും എനിക്ക് കേട്ടോ എക്സൈറ്റ്മെന്റ്. കാരണം അവരൊക്കെ കുഞ്ഞിലേ കയറി തുടങ്ങിയതാണല്ലോ. നമ്മൾ ഈ പ്രായത്തിലാണ് കയറി തുടങ്ങിയത്. അങ്ങനെ അവിടെ കയറി. നമ്മുടെ ഫ്ലൈറ്റ് ശരിക്കും 1:20 കേട്ടോ. അതായത് 1:20 AM. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എല്ലാവരും നല്ല ഉറക്കായി. ഒരു 4-4.5 മണിക്കൂർ ശരിക്കും ഉറങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടീസൊക്കെ നല്ലോണം ഉറങ്ങി. എന്നാലും ഈ ഇരുന്നുള്ള ഉറക്കം അത്ര സുഖകരമല്ല. നമ്മളതേ അവിടെ എത്തി. അവിടെ വെളിപ്പാറായപ്പോഴേക്കും നമ്മൾ അവിടെ എത്തി. നമ്മളുടെ തായ്ലാൻഡിലെത്തി മക്കളെ. അങ്ങനെ നമ്മളത് പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ. അപ്പൊ ഇതായിരുന്നു നമ്മൾ വന്ന ഫ്ലൈറ്റ്. ഈ കുട്ടീസിനെ കൊണ്ടുപോകണേൽ നല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും കേട്ടോ. കാരണം നമുക്ക് ആ സൈഡ് നോക്കിയേ വേണ്ട ഈ ലഗേജ് കൊണ്ടുവരില്ല. അതുപോലെ തന്നെ നമ്മുടെ ലഗേജ് ഓടിപ്പോയി എടുക്കാനൊക്കെ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് പിള്ളേർക്കായിരിക്കും. എല്ലാ യാത്രയിലും കണ്ണനാട്ടോ. എന്ത് ചെയ്താൽ നമുക്ക് തരില്ല. അവൻ തന്നെ പിടിച്ചിങ്ങനെ നടന്നോളും. ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് പുള്ളിക്ക് ഈ ട്രോളി ഇങ്ങനെ ഇതാക്കാനായിട്ട്. പിന്നെ അച്ഛനും കയറിയും പിന്നെ അതുമ്മ കയറി ഇരിക്കുന്നതുകൊണ്ട് കുറച്ച് നേരത്തേക്ക് നമുക്ക് ഇരിക്കുകയും വേണ്ട. അങ്ങനെ അവിടെ ചെന്ന് നമ്മൾ നമ്മുടെ ഇന്ത്യ വിട്ട് എവിടെ ചെന്നാലും നമ്മൾ ആദ്യം ചെയ്യേണ്ട പരിപാടി അത് തന്നെ, സിം എടുക്കുക. അതായത് നെറ്റ് ഇറങ്ങി കിട്ടില്ലല്ലോ. നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആരെങ്കിലും ഒന്ന് കോണ്ടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഒരു സിം എടുത്തിട്ട് അപ്പോഴേക്കും നമുക്ക് എന്താ പറയാ, നമുക്ക് വാട്സപ്പിൽ മെസ്സേജും കാര്യങ്ങളൊക്കെ വരും കേട്ടോ. നമ്മൾ ഗൗരി അതിന് വേണ്ടാന്ന് കരയിപ്പിക്കല്ലോ അച്ചു. നമ്മൾ നേരെ പോയത് സിം എടുക്കാനായിരുന്നു കേട്ടോ. നമ്മൾ ഒരാഴ്ച 5 ദിവസത്തെ വാക്ക് മതിയായിരുന്നു. നമ്മൾ 5-ാം ദിവസം തിരിച്ചു വരണമായിരുന്നു കൊണ്ട് നമ്മൾ 5 ദിവസത്തെ ഒരു നെറ്റിന്റെ ഒരു റീചാർജും ചെയ്ത് അപ്പോഴേക്കും നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് വന്നു കേട്ടോ. നമ്മുടെ ഡ്രൈവറുടെ ഡീറ്റെയിൽസും. ഡ്രൈവർ നമുക്ക് അവിടെ വെയിറ്റിംഗ് ആയിരുന്നു.
ഭയങ്കര എന്താ പറയാ പുതിയൊരു സ്ഥലവും നമ്മൾ പിന്നെ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് കാണുന്ന ഒരു എക്സ്പീരിയൻസ് ഭയങ്കര ഒരു വേറൊരു ലെവലാട്ടോ. അങ്ങനെ നമ്മുടെ അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അധികം ഇംഗ്ലീഷ് അല്ല കേട്ടോ, അവരുടെ അവിടുത്തെ ലാംഗ്വേജ് ആണ് കൂടുതൽ ഇംഗ്ലീഷ്. അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ടുള്ളത് ഇതുപോലെ എക്സിറ്റ് എന്നൊക്കെ കാണുന്ന നമ്മൾ അതേ വഴി കൂടെയൊക്കെ പോയി കഴിയുമ്പോൾ നമ്മളതേ എയർപോർട്ടിന്റെ പുറത്തേക്ക് എത്തിക്കഴിയുമ്പോൾ നമുക്ക് അവിടെ ആള് വെയിറ്റിംഗ് ആയിരിക്കും. പിന്നെ ഇനി അവരുടെ കൂടെ പുതിയ കാഴ്ചകളൊക്കെ കാണാനുള്ള ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് എല്ലാവരും. ഞങ്ങളേലും കൂടുതൽ എക്സൈറ്റ്മെന്റ് പിള്ളേർക്കാട്ടോ കാര്യം പറഞ്ഞു. അങ്ങനെ നമ്മൾ വണ്ടിയിൽ കയറിയിട്ട് ഒരു ഹോട്ടലിലേക്ക് പോവാട്ടോ. നമുക്കൊന്ന് താമസിക്കാനില്ല, നമുക്കൊന്ന് ഫ്രഷപ്പ് ആയിട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മൾ ടൈഗർ ടോപ്പിയിലേക്ക് പോകാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ ഈ വണ്ടി എന്ന് പറയുന്നത്, അതായത് നമ്മുടെ നാട്ടിൽ ഇന്നോവ അതിനേലും കുറച്ചുകൂടെ വലുതും അതുപോലെ തന്നെ ട്രാവലിനേലും കുറച്ചുകൂടെ ചെറുതും. ഇതിന്റെ പേര് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നല്ല സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പിള്ളേർക്ക് വേണമെങ്കിൽ കിടന്നുറങ്ങുകയും ചെയ്യാം. അങ്ങനെ നമ്മൾ പോയി അവിടെ ചെന്നൊന്ന് ഫ്രഷ് ആയിട്ട് നമ്മളിത് ടൈഗർ ടോപ്പിയിലേക്ക് പോവാണ്. അപ്പൊ അവിടെ നിന്നാട്ടോ നമ്മൾ ലഞ്ച് കഴിക്കുന്നത്. ലഞ്ച് എന്ന് വെച്ചാൽ ഇന്ത്യൻ ഫുഡ്, അതായത് ഇന്ത്യൻ ഫുഡ് റെസ്റ്റോറൻറ്റിൽ നമ്മൾ കയറി ചെയ്തു. പക്ഷെ നമുക്ക് നമ്മുടെ നാട്ടിൽ കഴിക്കുന്ന ആ ടേസ്റ്റ് ഒന്നും കിട്ടൂല, എന്നാലും ഒരു ഇന്ത്യൻ ഫുഡ്. പിന്നെ ഈ സംഭവം ഭയങ്കര എന്താ പറയാ, ഒരു ചില്ലിന്റെ അപ്പുറത്ത് കടുവ, അതിനെ നോക്കിക്കൊണ്ട് നമുക്ക് ഫുഡ് കഴിക്കും. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആട്ടോ. പിള്ളേരൊക്കെ ഭയങ്കര എക്സൈറ്റ്മെന്റിലായിരുന്നു. പിന്നെ ഇവിടെ ഫുഡ് കഴിക്കുകയാണെങ്കിൽ ഫോൺ വേണമെന്ന് പറയുന്ന ടീംസാണ് ഇവിടെ ഇത് നോക്കി വായം പൊളിച്ചോണ്ടിരിക്കുന്നത്. ഇങ്ങനെ ബുഫേ സെറ്റപ്പ് തന്നെയാണ്. നമ്മുടെ നോർത്ത് ഇന്ത്യൻ ഫുഡൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് ടേസ്റ്റ് കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഫുഡൊക്കെ കഴിക്കാം. സംഭവം ഫുഡൊക്കെ അൺലിമിറ്റഡ് ആണ്, നമുക്ക് എത്ര വേണമെങ്കിലും എടുത്ത് കഴിക്കാം. പക്ഷെ നമുക്ക് ടേസ്റ്റ് അത്രയും കൂടി ഇഷ്ടാവൂല, വേറെ നാടല്ലേ, അതിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ബാക്കിയുള്ള വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണിക്കാട്ടോ. അപ്പൊ ഇത്രേ ഉള്ളൂ, അടുത്ത വീഡിയോയിൽ കാണാൻ പറ്റുള്ളൂ. ബൈ, സീ യു. Thank you.